നിങ്ങൾ കണ്ണാടിയിലോ സെൽഫി ഫോട്ടോയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ചുറ്റും എന്തോ ഒരു വ്യത്യാസം, എന്തോ ഒരു പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങളെ ആളുകളൊക്കെ കാണുമ്പോൾ ഉറക്കം ശരിയായിട്ടില്ല എന്ന് ചോദിക്കാറുണ്ടോ? അതുപോലെ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ കണ്ണിന് ചുറ്റും അതല്ലെങ്കിൽ മുഖത്തും ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു മിനറലിന്റെ കുറവാണെന്നുള്ള കാര്യം ഇനി മുതൽ നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ കണ്ണുകളുടെ ചുറ്റുമുള്ള പേശികൾ ഇടയ്ക്കിടെ നിങ്ങൾ പോലും അറിയാതെ തനിയെ തുടിക്കുകയോ അതല്ലെങ്കിൽ കണ്ണിന് താഴെ കറുത്ത പാടുകളും മുഖത്തൊക്കെ അകാലത്തിൽ തന്നെ പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചുളിവുകളും വീക്കങ്ങളും പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഉറക്കക്കുറവോ സൗന്ദര്യ പ്രശ്നമോ അല്ല. നിങ്ങളുടെ തലച്ചോറിനെയും ഹൃദയത്തെയും മാംസപേശികളെയും ഒരുപോലെ നിയന്ത്രിക്കുന്ന മഗ്നീഷ്യം എന്ന വളരെ പ്രധാനപ്പെട്ട മിനറലിന്റെ മാരകമായ കുറവാണ് അത് വിളിച്ചു പറയുന്നത്. നമ്മളിൽ പലരും മുഖത്തും കണ്ണിനും ഇതുപോലുള്ള തുടിപ്പുകൾ കാണുമ്പോൾ ഫേസ് ക്രീമുകളൊക്കെ വാങ്ങിയിട്ട് മുഖത്ത് പുരട്ടി സമയവും കാശും കളയാറുണ്ട്. ശരീരത്തിലെ ബിപിയും നാഡീ ഞരമ്പുകളുടെ ശാന്തതയും നിലനിർത്താൻ മഗ്നീഷ്യം എന്ന മിനറൽ എത്രത്തോളം അത്യാവശ്യമാണെന്നും മഗ്നീഷ്യത്തിന്റെ കുറവ് നിങ്ങളുടെ മുഖത്ത് വരുത്തുന്ന 4 പ്രധാന മാറ്റങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാമെന്നുള്ളതും ഇന്ന് നമുക്ക് നോക്കാം. ഇത് പരിഹരിക്കാൻ ഭക്ഷണക്രമത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കോശങ്ങളിലേക്ക് കാൽഷ്യം കയറുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു ഗേറ്റ് കീപ്പറാണ് മഗ്നീഷ്യം. എന്നാൽ ശരീരത്തിൽ മഗ്നീഷ്യം കുറയുമ്പോൾ കോശങ്ങളിലേക്ക് അമിതമായിട്ട് കാൽഷ്യം ഇരച്ചു കയറുകയാണ്. ഇത് കണ്ണിലെയും മുഖത്തെയും അതിസൂക്ഷ്മമായിട്ടുള്ള മാംസപേശികളെ ഉത്തേജിപ്പിച്ച് വിട്ടുമാറാത്ത കണ്ണിന്റെ തുടിപ്പുകളിലേക്കും പേശികളുടെ വലിഞ്ഞു മുറുക്കത്തിലേക്കും നയിക്കുകയും ചെയ്യും. രക്തം ടെസ്റ്റ് ചെയ്താൽ പോലും പലപ്പോഴും മഗ്നീഷ്യത്തിന്റെ കുറവ് കൃത്യമായിട്ട് കാണിക്കൂല. അതിന്റെ കാരണം ശരീരത്തിലെ ആകെ മഗ്നീഷ്യത്തിന്റെ വെറും 1% മാത്രമാണ് രക്തത്തിലുള്ളത്. ബാക്കി 99% നമുക്ക് ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത കോശങ്ങൾക്കുള്ളിലാണ്. മഗ്നീഷ്യം കുറയുമ്പോൾ ഉള്ള ഒന്നാമത്തെ അടയാളം കൺപോളകളുടെ വിട്ടുമാറാത്ത തുള്ളിച്ചാടലുകൾ, തുടിപ്പുകൾ ഒക്കെയാണ്. ഇതിന്റെ കാരണം നാഡീവ്യൂഹങ്ങളിൽ ഇലക്ട്രിക്കൽ ചാർജ് അമിതമാവുകയും അത് കൺപോളകളിലെ മസിലുകളുടെ ബോധപൂർവമല്ലാത്ത തുടർച്ചയായിട്ടുള്ള ഒരു സങ്കോചത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം മുഖത്തെ പേശികളുടെ ഒരു വലിഞ്ഞു മുറുക്കാണ്. ചർമ്മത്തിലെയും താടിയെല്ലിലെയും നാഡീകോശങ്ങളിലെ മഗ്നീഷ്യം കുറയുമ്പോൾ അത് ഹൈപ്പർ എക്സൈറ്റബിൾ ആവുകയാണ്. ഒരു നേരിയ കാറ്റടിക്കുമ്പോഴോ അതല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ മുഖത്തെ പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകയാണ്, കോച്ചി പിടിക്കുകയാണ്. മൂന്നാമത്തെ അടയാളം നമ്മുടെ ചർമ്മത്തിന് അകാലത്തിൽ തന്നെ ഒരു പ്രായം കൂടിയ അവസ്ഥ വരികയാണ്. ചർമ്മം വരണ്ടു പോവാണ്. ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തുന്ന ഫാറ്റി ആസിഡുകളുടെ ഉൽപ്പാദനത്തിന് മഗ്നീഷ്യം അത്യാവശ്യമാണ്. അപ്പോൾ മഗ്നീഷ്യം കുറയുമ്പോൾ ചർമ്മത്തിലെ ജലാംശം വറ്റി വരണ്ടതാവാണ്, ചുളിവുകൾ വരികയാണ്. നാലാമത്തെ അടയാളം കണ്ണിന്റെ താഴെ വരുന്ന ഒരു കറുപ്പ് നിറവും നീർവീക്കമാണ്. ശരീരത്തിലെ നീർവീക്കം തടയുന്ന ഒരു പ്രധാന മിനറലാണ് മഗ്നീഷ്യം. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം കുറയുമ്പോൾ രക്തധമനികളിൽ നീർക്കെട്ടുണ്ടാവും. കണ്ണിന് ചുറ്റുമുള്ള അതിസൂക്ഷ്മമായ ഭാഗങ്ങളിൽ ദ്രാവകങ്ങളൊക്കെ കട്ടപിടിച്ച് കറുത്ത പാടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശരീരത്തിൽ മഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ കഴിയുന്നതും പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളിലൂടെ അത് നേടിയെടുക്കുക. ദിവസവും ഒരു പിടി ബദാമോ അണ്ടിപ്പരിപ്പോ കഴിക്കാം. ഉച്ചഭക്ഷണത്തിൽ ചീരയും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. മത്തങ്ങ വിത്തുകളൊക്കെ വറുത്തിട്ട് കഴിക്കുന്നത് മഗ്നീഷ്യം കൂട്ടാൻ വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള കാപ്പി കഴിക്കുന്നതും പഞ്ചസാര ഉപയോഗിക്കുന്നതും മൂത്രത്തിലൂടെ വലിയ അളവിൽ മഗ്നീഷ്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ചായയും കാപ്പിയുടെയും അളവ് കുറക്കുക. മൂന്നാമത്തത് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന മഗ്നീഷ്യം ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങി കഴിക്കരുത്, പ്രത്യേകിച്ച് കിഡ്നിയുടെ അസുഖമുള്ളവർ. നാലാമത്തത് സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ളവരും ഇതുപോലെ മുഖത്തും കൺപോളകളിലൊക്കെ പ്രശ്നമുള്ളവരും കണ്ണിന് സ്ട്രെയിൻ ഉള്ളവരും തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കാണിക്കുക.